കുറേ കാലത്തിന് ശേഷമാണ് ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്ന് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ബീഫ് അച്ചാറിൻ്റെ ഒരു ചെറിയ റെസിപ്പിയാണ്. ആദ്യം ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ക്ലീൻ ചെയ്ത് ഉപ്പും കുരുമുളകും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. വേവിച്ചിട്ട് അത് ഊറ്റി വെക്കണം. വെള്ളം കുറച്ച് വേവിക്കണമാണ് നല്ലത്. ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി അരിയുക. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കി അരിയുക. കുറച്ച് വെളുത്തുള്ളി അരിയാതെ ഇടുക. പിന്നെ മുളകും ചെറുതായിട്ട് നുറുക്കുക. കറിവേപ്പിലും ചെറിയതായിട്ട് അരിയുക. ഇനി നല്ലെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ ഏതിലാണെങ്കിലും നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫ് ഊറ്റി വെക്കണം കേട്ടോ. അതിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അത് പൊരിച്ചെടുക്കുക. ഉള്ള മുളക് പൊടിയും കാശ്മീർ ചില്ലിയും മിക്സ് ചെയ്തത്, കുരുമുളക് പൊടിയും ചേർക്കുക. ചുരുക്കൊഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ബീഫ് പൊരിച്ച് അതേ എണ്ണയിൽ ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കുക. അതേപോലെ വെളുത്തുള്ളി അതേ സമയത്ത് തന്നെ ഇടാം കേട്ടോ. അത് രണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുക. അത് കഴിഞ്ഞ് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പിടുക. ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ മുളക് പൊടിൻ്റെ ഒക്കെ, അത് ചേർക്കുക. അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം, ചൂടാവണം. അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ബീഫ് അതിൽ ചേർക്കണം. ചെറിയ ഫ്ലെയിമിൽ അത് ചൂടാക്കിയാൽ മതി. ബീഫ് ഇട്ടതിന് ശേഷം നമ്മൾ ബീഫ് അച്ചാർ ഇട്ട് കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. അത് ഇനിയിപ്പോൾ അതിൽ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അച്ചാറാണ് ബീഫ് അച്ചാർ. അച്ചാർ സെറ്റായി.